ഗുഡ് ഈവനിങ്. നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. പേരേ ഉള്ളോ? നമുക്കാരും ഇല്ലേ? വരുമായിരിക്കും, ജോയിൻ ആവുമായിരിക്കും. 2 minutes കൂടെ വെയിറ്റ് ചെയ്യാം അല്ലേ? കുറച്ചുകൂടെ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. നമ്മുടെ മാത്തമാറ്റിക്കൽ ഏരിയയിലെ മെറ്റീരിയൽസ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പൊ അതില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പർ റൂട്ട്സ് ഒക്കെ പറഞ്ഞില്ലേ, അതിന്റെ സ്മോൾ നമ്പർ റൂട്ട്സ് വന്നിട്ടുണ്ട്. പക്ഷെ ലാർജ് നമ്പർ റൂട്ട്സ് ആ ക്രോമാറ്റിക് ആ ഒരു കളറിലുള്ളതല്ല, ഒരു ഗ്രേ കളർ മാത്രം, ഒരു മോണോ കളറിലാണ് വന്നിരിക്കുന്നത്. പറഞ്ഞല്ലോ, കുറെ അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്, പുതിയ പുതിയ മെറ്റീരിയൽസ്. നമ്മൾക്ക് ശരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ മേ ബി ഇപ്പം എല്ലാം നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തതാണേ. കുറച്ച് പേരായില്ല. ഓക്കെ, നമുക്കൊരു സൈലന്റ് പ്രയറിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. മോസ്റ്റ് പ്രോബ്ലി നിങ്ങളുടെ പ്രാക്ടിക്കൽസിന് ശരിക്കും അധികം ദിവസമില്ല. നമുക്ക് മെറ്റീരിയൽസ് ഇങ്ങനെ കുറച്ചായതുകൊണ്ടാണ് ഇത് അങ്ങനെ ലാഗ് ചെയ്ത് പോയത് കേട്ടോ. മേ ബി ഒരു തോന്നുന്നു ഒരു 4-5 മാക്സിമം സെഷൻസ് കൊണ്ട് പ്രാക്ടിക്കൽസ് നമുക്ക് കഴിയും. അതായത് മോഡ്യൂൾ 3 അങ്ങ് കഴിയും. ദാറ്റ് മീൻസ് കോമൺ സബ്ജക്ട് ഡിപ്ലോമ ആൻഡ് PGയുടെ കോമൺ ആയിട്ടുള്ള പോർഷൻ കഴിയും. സോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടിയോ, മെസ്സേജ് ഒക്കെ വന്നോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും ആൻഡ് ഇത് മെയിൻ എക്സാമും ഉണ്ടായിരിക്കും. കിട്ടിയോ? മെസ്സേജസ് വന്നോ? ഇല്ല മാം, കിട്ടിയിട്ടില്ല. ഓക്കെ, നമ്മള് PGക്കും ഡിപ്ലോമയ്ക്കും കോമൺ ആയിട്ട് വരുന്ന മോഡ്യൂൾ 3 വരാം. മോഡ്യൂൾ 3 പ്രാക്ടിക്കൽ ആണ്. അതല്ലാതെ ശരിക്കും ഒരു 6 സബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡ്യൂൾ 1നെ 6 സബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ 6 തിയറി പേപ്പേഴ്സ് കോമൺ ഫോർ ബോത്ത് PG ആൻഡ് ഡിപ്ലോമ. ഓരോ പേപ്പറിനും 100 മാർക്സ് ആണെങ്കിൽ, അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 100 മാർക്സ് ആണെങ്കിൽ 600 ഫോർ തിയറി പേപ്പേഴ്സ്. പിന്നെ പ്രാക്ടിക്കൽസിനെ 4 സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് റൈറ്റിംഗ്, അസൈൻമെന്റ്, ആക്ടിവിറ്റീസ്, ടീച്ചിങ് പ്രാക്ടീസ്, വൈവ അവേഴ്സ്, അങ്ങനെ പറഞ്ഞിട്ട് 4 സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെൻഷൻ വേണ്ട, ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാത്തവരുണ്ടാകും. ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവ അവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പ്രാക്ടിക്കൽ സെഷനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവര് വൈവ ടൈമില് അപ്പൊ അവർക്ക് കുറച്ചുകൂടെ മീൻസ് വൈവയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ടീച്ചിങ് പ്രാക്ടീസിന് പോകുവാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം പ്രിപ്പറേഷൻസ് ചെയ്യും, പിന്നെ നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി ഇപ്പം എഴുതുന്നില്ലാത്തൊരു കുട്ടി വന്നാൽ നിങ്ങൾ എങ്ങനെ, അല്ലെങ്കിൽ വായിക്കുന്നില്ലാത്തൊരു കുട്ടി വന്നാൽ നിങ്ങൾ എങ്ങനെ അതിനെന്ത് ആക്ടിവിറ്റി കൊടുക്കും, അല്ലെങ്കിൽ ലൈക്ക് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി എന്ത് ആക്ടിവിറ്റി ആയിരിക്കും, കുട്ടിയെ ഒന്ന് കാമാക്കാൻ നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങളുടെ ആ മാർക്ക് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യും. ബട്ട് എന്റെ റിക്വസ്റ്റ്, ടീച്ചിങ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ. അത് ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് ആണ് ശരിക്കും ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പലർക്കും പല പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നിർബന്ധപൂർവ്വം ഒന്നും പറയുന്നില്ല. ക്ലിയർ ആയോ? 6 തിയറി പേപ്പേഴ്സ്. ഞാനത് പറഞ്ഞു തരാം ഏതെല്ലാം പേപ്പർ ആണെന്ന്. നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻസ് ക്ലാസ് റൂമിൽ കിട്ടും. എന്നാലും ഫസ്റ്റ് ബാച്ചിലെ നിങ്ങൾ അതൊന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് പറയാം. ആ ഇൻഫർമേഷൻസ് ക്ലാസ് റൂമിലേക്ക് അതെന്തായാലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ കേട്ടില്ല. അതായത് നമ്മളുടെ മോഡ്യൂൾ 1 നമുക്ക് 4 പാർട്സ് ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ പാർട്ട് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആയിരുന്നു. 8 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ഈ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ് നമ്മളുടെ ഫസ്റ്റ് സബ്ജക്ട്. നമ്മുടെ ആദ്യത്തെ തിയറി പേപ്പറിൽ ആദ്യത്തെ ഒന്ന്, മോഡ്യൂൾ 1 പാർട്ട് 1 കംപ്ലീറ്റ് ആണ്. അത് കുറച്ചാണല്ലോ ഉള്ളത്, വലിയ കുഴപ്പമില്ലാത്ത കണ്ടന്റ്സ് ആണ്. രണ്ടാമത്തെ പാർട്ടിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതില് യൂണിറ്റ് 1 തുടങ്ങി 5 വരെയും ചൈൽഡ് ഡെവലപ്മെന്റ് ഒരു സബ്ജക്ട്. അതിലെ യൂണിറ്റ് 6 തുടങ്ങി 10 വരെയും സൈക്കോളജി.
3 സബ്ജക്റ്റ് ആയി. ഫസ്റ്റ് വൺ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഒരു സബ്ജക്ട്, ദെൻ ചൈൽഡ് ഡെവലപ്മെന്റ് യൂണിറ്റ് 1 തുടങ്ങി 5 വരെയും ചൈൽഡ് ഡെവലപ്മെന്റ് രണ്ടാമത്തെ സബ്ജക്ട്. അതിൽ തന്നെ പാർട്ട് 2 ബാക്കി പോർഷൻസ് യൂണിറ്റ് 6 തുടങ്ങി 10 വരെയും സൈക്കോളജി. സോ തേർഡ് സബ്ജക്ട്. ദെൻ ഫോർത്ത് സബ്ജക്ട് പാർട്ട് 3 ആണ്. പാർട്ട് 3 മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത സബ്ജക്ട്. അത് പാർട്ട് 3 യൂണിറ്റ് 1, 3, 4, 5 and 6. 2 ഇല്ല. യൂണിറ്റ് 1, 3, 4, 5 and 6 ആണ് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. ദെൻ അഞ്ചാമത്തെ സബ്ജക്ട് മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. അത് യൂണിറ്റ് 2, 7, 8, 9, 10. അതാണ് അഞ്ചാമത്തെ സബ്ജക്ട് മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. സിക്സ്ത് സബ്ജക്ട് പ്രീ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. പാർട്ട് 4 കംപ്ലീറ്റ്. പാർട്ട് 4 കാര്യമായ കാര്യങ്ങളൊന്നുമില്ല. പാർട്ട് 4 കംപ്ലീറ്റ് പ്രീ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. അങ്ങനെ 6 സബ്ജക്റ്റ് ആണ്. മോഡ്യൂൾ 1 നമ്മൾ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 6 സബ്ജക്ട്. മോഡ്യൂൾ 2 നിങ്ങളുടെ ഇംഗ്ലീഷ് ആണ്. ഈ 6 സബ്ജക്റ്റില് ഓരോ ദിവസത്തെ എക്സാമിന്റെ കൂടെ ഇംഗ്ലീഷിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മേ ബി 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ്, ഡിപ്പെൻഡ്സ്. ഓരോ തിയറി പേപ്പറിനും 100 മാർക്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 100 മാർക്സ്. ഇത് ഡിപ്ലോമയ്ക്ക് ഒന്നും കൂടി ഒന്ന് പറയുക യൂണിറ്റ്സ്. ഇതിന്റെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ഗ്രൂപ്പിൽ വരും. ഞാൻ പിന്നെ നിങ്ങൾ ഫസ്റ്റ് ബാച്ച് ആണ്, ഇറ്റ്സ് യുവർ പ്രിവിലേജ് ടു നോ. അതാണ് ഞാനൊന്ന് പറഞ്ഞത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോ. നമ്മളുടെ മോഡ്യൂൾ 1 പാർട്ട് 1 അത് മുഴുവനും ഒരു സബ്ജക്റ്റ് ആണ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഒന്നാമത്തെ സബ്ജക്ട്. പാർട്ട് 2 യൂണിറ്റ് 1 തുടങ്ങി 5 വരെയുള്ളത് ചൈൽഡ് ഡെവലപ്മെന്റ്, സെക്കൻഡ് സബ്ജക്ട്. അതിൽ തന്നെ യൂണിറ്റ് 6 തുടങ്ങി 10 വരെയുള്ളത് സൈക്കോളജി, തേർഡ് സബ്ജക്ട്. ഇനി ഫോർത്ത് സബ്ജക്ട് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. അത് പാർട്ട് 3 യൂണിറ്റ് 1, 3, 4, 5, 6. മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. യൂണിറ്റ് 2 ഇല്ല. 1, 3, 4, 5, 6. നെക്സ്റ്റ് വൺ അഞ്ചാമത്തത് മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. അത് പാർട്ട് 3 യൂണിറ്റ് 2, 7, 8, 9, 10. അപ്പോ 6 സബ്ജക്റ്റ് ആയിട്ടാണോ എക്സാം നടക്കുന്നത്? എക്സാം 6 സബ്ജക്റ്റ് ആയിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടി ഈസി ആയിരിക്കും എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. ഓരോ ദിവസം ഓരോന്നാണോ? അതെ. അപ്പൊ സമയം ഉണ്ടാവോ? അടുപ്പിച്ചാണോ? ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം? നമ്മള് മോഡൽ എക്സാമും ഉണ്ട്, മെയിൻ എക്സാമും ഉണ്ട്. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ വരുന്നത് മെയിൻ എക്സാമിന്റെ മാർക്കാണ്. ബട്ട് എന്തിന് മോഡൽ എക്സാം ഉണ്ടല്ലോ, നമുക്കൊരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തതിൽ എവിടെയെങ്കിലൊക്കെ ഒരു അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ എക്സാം കാണുമല്ലോ. സോ മോഡൽ എക്സാമിന് ഇപ്പൊ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, മോഡൽ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് ഒരു 3, 4, 5 ഡേയ്സ് ലീവ് ആയിരിക്കും. ബട്ട് മോഡൽ എക്സാമിന്റെ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ഇല്ല, കണ്ടിന്യൂസ് ആ ഒരു ഒരുമിച്ച് കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ തന്നെയായിരിക്കും, അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ തന്നെയായിരിക്കും മോഡൽ എക്സാംസ്. പക്ഷെ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ട്. മെയിൻ എക്സാം ഏകദേശം ഏത് ഫെബ്രുവരിയിൽ തന്നെ ഉണ്ടാവും? വരികയായിരിക്കും ഫെബ്രുവരി ലാസ്റ്റ്. കാരണം ഡേറ്റ് ഒക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഡേറ്റ് നിങ്ങൾ ഫെബ്രുവരിയിലാണ്. അല്ല, വെക്കേഷന്റെ സമയത്ത് അങ്ങനെ എപ്പോഴും നടത്താൻ പറ്റുമോ? കാരണം വേറൊന്നുമല്ല, നിങ്ങളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി ആയതുകൊണ്ട് കോഴ്സ് ഫെബ്രുവരിയിൽ തന്നെ തീരണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. PG വേറെ കേട്ടോ, PGയുടെ വേറെ. അപ്പോ കോഴ്സ് ഫെബ്രുവരിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശിച്ചത്, വൈൻഡപ്പ് ചെയ്യണം ആ ഒരു ബാച്ചിനെ ഫെബ്രുവരിയിൽ തന്നെ. 1 ഇയർ കോഴ്സ് ആണല്ലോ. പിന്നെ തിയറി എക്സാം കഴിയുന്ന ഉടനെ തന്നെ, ഈവൻ ദോ PGയുടെ 2 സബ്ജക്ട് ബാക്കി ഉണ്ടെങ്കിൽ തന്നെയും വൈവ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. വൈവയും ഈ ഫെബ്രുവരിയിൽ തന്നെ തീർക്കണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മൊഡ്യൂൾ 3 നമുക്ക് പാർട്ട് 2 വരെയാണ് പിന്നെ ഇത് തന്നിട്ടുണ്ടായിരുന്നത്. ഏതാണ് മൊഡ്യൂളിന്റെ PDF ഫയൽ ഞാൻ പറഞ്ഞില്ലേ, മൊഡ്യൂൾ പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് അങ്ങനെ അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 മാത്രമേ അങ്ങനെ അതുവരെ അയച്ചിട്ടുള്ളൂ. മോഡ്യൂൾ 1 പാർട്ട് മൊഡ്യൂൾ 1 അല്ല, മൊഡ്യൂൾ 3 3
മോഡ്യൂൾ 3 പ്രാക്ടിക്കൽസിന്റെ അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. റെക്കോർഡ്സുകളൊക്കെ 4 അല്ലേ? 4 റെക്കോർഡ് അല്ലേ നമുക്ക് ടോട്ടൽ 5 റെക്കോർഡ്. 5ാമത്തെ റെക്കോർഡാണ് നമ്മൾ ക്ലാസ്സിലിരുന്ന് എഴുതുന്നത്. ഓക്കെ, റെക്കോർഡ്സ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പിന്നെ നിങ്ങളൊരു 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റ് നിങ്ങൾ എഴുതിയില്ലേ? ഫസ്റ്റ് തന്നതാണോ? 10 ക്വസ്റ്റ്യൻസ് തന്നില്ലേ? സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. 100 മാർക്കിന്റെയോ? അതെ അതെ, 100 മാർക്സിന്റെ എഴുതി കഴിഞ്ഞല്ലോ. അത് ആക്ടിവിറ്റീസ് ആണോ? അസൈൻമെന്റ് ഫസ്റ്റ് തന്നതാണോ? അത് പിന്നീട് തന്നിട്ടുണ്ടായിരുന്നോ? അതായത് ഒരു അസൈൻമെന്റ് 10 ക്വസ്റ്റ്യൻസ് വരുന്ന ഒറ്റ ഒരു അസൈൻമെന്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷനോ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു നോട്ട്ബുക്കിൽ നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആക്ച്വലി ഇത് PGക്കുള്ള ഒരു അസൈൻമെന്റ് ആണ്. ഞാൻ അത് നിങ്ങൾക്കും കൂടെ തരാനുള്ള കാരണം PGയുടെ ആ ഒരു കണ്ടന്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം. ഇതൊരു സ്കൂള് തുടങ്ങാൻ പോകുന്ന ആൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് അസൈൻമെന്റിൽ വരുന്നത്. ആക്ച്വലി അത് PGക്കുള്ള ഒരു അസൈൻമെന്റ് ആണ് മെയിൻ ആയിട്ടും. ഞാനത് കോമൺ ആയിട്ട് 2 ബാച്ചിനെ കൊണ്ടും ചെയ്യിച്ചതാണ്. PGക്ക് അത് കൂടാതെ ഇനി വേറെയും. അപ്പൊ ഇതിനകത്ത് ഞാൻ എനിക്ക് തന്ന എന്റെ അസൈൻമെന്റിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ ഒമിറ്റ് ചെയ്തിട്ടാണ് കോമൺ ആയിട്ട് 10 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് 2 പേർക്കുമായിട്ട് തന്നത്. അപ്പോ PGയുടെ സബ്ജക്റ്റിനനുസരിച്ച് അവർക്ക് ഇനി വേറെ അസൈൻമെന്റ് വരും ഇതിന്റെ ബാക്കിയായിട്ട്. ഈ ഒരു അസൈൻമെന്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ശരിക്കും ആ സ്കൂൾ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആണ് PGക്ക് വരുന്ന ടോപ്പിക് എക്സ്ട്രാ. അതിനെക്കുറിച്ച് ഒരു ചെറിയ ധാരണ 2 ബാച്ചിനും കിട്ടും. അതുകൊണ്ടാണ് ഈ അസൈൻമെന്റ് ഞാൻ എഴുതിച്ചത്. ഓക്കെ, പ്രാക്ടിക്കൽസിനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മേക്ക് യൂസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മോണ്ടിസോറി അപ്പാരറ്റസ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് അതിലൊന്നാണ്. സോ 100 മാർക്സ് ഈ ഒരു കാര്യത്തിലുണ്ട്. അതായത് ഈ നമ്മൾ ഈ മെറ്റീരിയൽസ് മനസ്സിലാക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മേക്ക് യൂസ് ആൻഡ് ഇപ്പൊ നമ്മളുടെ ഈ റെക്കോർഡ് റൈറ്റിംഗ്, ഈ 5ാമത്തെ റെക്കോർഡ് റൈറ്റിംഗ്, അങ്ങനെ മോഡ്യൂൾ 3 കംപ്ലീറ്റ് ഇല്ലേ, അതാണ് പ്രാക്ടിക്കലില് ഒരു പേപ്പർ. ഈ ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവാവോസ്, അത് ആക്ച്വലി ഞങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ 100 മാർക്സിനായിരുന്നു. ബട്ട് നമ്മളിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ടീച്ചിങ് പ്രാക്ടീസ് കമ്പൽസറി അല്ല എന്നുള്ള രീതിയിലാണ് ഓറിയന്റേഷൻ പോയത്. ബട്ട് ഞാൻ എല്ലാവരോടും തന്നെ പറഞ്ഞിരുന്നു ചെയ്യുന്നത് നല്ലതാണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന ജോബ് അതാണല്ലോ. അപ്പൊ നമ്മൾ അതിന് മുമ്പ് കോഴ്സിന്റെ ഇൻബിറ്റ്വീൻ അങ്ങനത്തെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ കൂടെ വൈവാവോസ് ചേർത്തത്. വേറൊന്നുമല്ല, ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവർക്ക് അവിടെ മാർക്കിൽ ഒരു വേരിയേഷൻ വരണ്ട എന്ന് കരുതി. അതിന്റെ അർത്ഥം ടീച്ചിങ് പ്രാക്ടീസിന് നിങ്ങൾ പോകണ്ട എന്നല്ല, നിങ്ങൾ ചെയ്യും. ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നിൽ തന്നെ, അല്ലെങ്കിൽ കിട്ടി അത് ടീച്ചിങ് പ്രാക്ടീസും കൂടെ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ജോബിന് ട്രൈ ചെയ്യുന്നതെന്നൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ആ പേപ്പർ അങ്ങനെ ആക്കിയിട്ടത്. ആ ഒരു പ്രാക്ടിക്കൽ സെഷൻ അങ്ങനെ ഇട്ടത്, ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവാവോസ്. സോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ടീച്ചിങ് പ്രാക്ടീസിന് നിങ്ങളുടെ പ്രിപ്പറേഷൻസ്, ഇങ്ങനെ ഒരു കുട്ടിയുടെ ഒരു കേസ്, ഒരു സിറ്റുവേഷൻ തന്നിട്ട് നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ആയിരിക്കും ആ റിലേറ്റഡ് വൈവയിൽ വരുന്നത്. പിന്നെ റിപ്പോർട്ട്സ് ആൻഡ് അസൈൻമെന്റ്സ്, നമ്മളിത് ചെയ്യാൻ പറഞ്ഞ റെക്കോർഡ്സ്, നമ്മളോട് ചെയ്യാൻ പറഞ്ഞ സർവേ റിപ്പോർട്ടൊക്കെ ഇല്ലേ, അത് അസൈൻമെന്റുകൾ, അതാണ് 3ാമത്തെ. ഇതെല്ലാം 100 മാർക്സിലാട്ടോ പ്രാക്ടിക്കൽസിൽ വരുന്നത്. പിന്നെ മേക്കിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ടീച്ചിങ് എയ്ഡ്സ്, കുറെ ടീച്ചിങ് എയ്ഡ്സ് പറഞ്ഞില്ലായിരുന്നു. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, നമ്പർ വേർഡ് റീഡിംഗ് കാർഡ്സ്, പിക്ചർ റീഡിംഗ് കാർഡ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു. ആദ്യമൊക്കെ ഇമ്മ്യൂണൈസേഷൻ ചാർട്ട്, കുറെ ആക്ടിവിറ്റീസ് ചെയ്തു വെച്ചില്ലായിരുന്നോ, അതെല്ലാം വരും. ഇൻക്ലൂഡിങ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. എന്താ പറയാ, നമ്മളെ ഷെറീന ടീച്ചറോ അതൊരു ടീച്ചർ ഉണ്ടായിരുന്നല്ലോ. ടീച്ചർ നിങ്ങളൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പഠിപ്പിച്ചില്ലേ, എന്തായിരുന്നു പഠിപ്പിച്ചത്? അതെല്ലാം ഇതിൽ വരും. പഠിപ്പിച്ചത് ചെയ്ത് നോക്കിയവരുണ്ടാകും. ഒറിഗാമി ചെയ്യിപ്പിച്ചില്ലായിരുന്നോ? ഓക്കെ. പിന്നെ നമ്മൾക്ക് ഇത് ഫാബ്രിക് പെയിന്റിങ്, അങ്ങനെ ഗ്ലാസ് പെയിന്റിങ്, അങ്ങനെ എന്തെങ്കിലും കൂടെ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കൊരു സെഷൻ വെക്കാം. അപ്പൊ അതില് നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും, നിങ്ങൾ അത് എന്തെങ്കിലും ഒരു
ഒരു വർക്ക് ചെയ്തത് കയ്യിലിരിക്കുന്നത് നന്നായിരിക്കും. ടീച്ചർ പഠിപ്പിച്ചതിന്റെ ഒരു പീസെങ്കിലും കയ്യിലിരിക്കുന്നത് നന്നായിരിക്കും. ഡ്യൂറിങ് ദ വൈവ നമ്മളത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കാണിക്കാൻ പറ്റണം, അത്രയേ ഉള്ളൂ. സോ അങ്ങനെ പ്രാക്ടിക്കൽസ് 4 സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ 400 ആണ് അതിന്റെ മാർക്ക്. തിയറി 2 ബാച്ചിനും കോമൺ ആയിട്ടുള്ളതിന്റെ 600. അപ്പൊ 600 പ്ലസ് 400 1000-ലായിരിക്കും ടോട്ടൽ മാർക്സ് ഫോർ ഡിപ്ലോമ സ്റ്റുഡൻസ്. ഇനി 600 പ്ലസ് പി ജിക്കാർക്ക് 2 പേപ്പർ എക്സ്ട്രാ. സോ 200. 600 പ്ലസ് 200 800 ആയിരിക്കും പി ജിയുടെ തിയറിയുടെ മാർക്ക്. പ്രാക്ടിക്കൽസിന് 400. സോ 1200-ലായിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്സ് വരുന്നത്. പാസ്സാകും, അതിനെ കുറിച്ച് ഒരു പറയും വേണ്ട. 400 പ്രാക്ടിക്കൽസിന് കിട്ടാൻ വിഷമമില്ലല്ലോ. വൈവയ്ക്കൊക്കെ ഞാനും അശ്വതി മിസ്സും ആയിരിക്കും, വേറെ ആരും വൈവയ്ക്ക് ഉണ്ടാവണമെന്നില്ല. സോ ഡെഫിനറ്റ്ലി ഞങ്ങളായിരിക്കും. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആയിരുന്നു വൈവയ്ക്ക്. നമ്മളെ ശരിക്കും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ക്ലാസ് റൂമിലേക്ക് വരും. പിന്നെ എക്സാമിന്റെ ഡീറ്റെയിൽസും വരും. എക്സാമിന്റെ ഡേറ്റ് മാത്രം മോഡൽ എക്സാം ഉണ്ടാവുള്ളൂ മാം? ഇതിന് മാത്രമേ മോഡൽ എക്സാം ഉണ്ടാവുള്ളൂ. മെയിൻ എക്സാമിന് മാത്രമേ മോഡൽ എക്സാം ഉണ്ടാവുള്ളൂ. അപ്പോ ഈ 6 പേപ്പേഴ്സും നിങ്ങൾക്ക് കോമൺ ആയതുകൊണ്ടാണ് അതിനൊരു മോഡൽ എക്സാം 2 പേരും പി ജിക്കാരും ഡിപ്ലോമക്കാരും അറ്റൻഡ് ചെയ്തിട്ട് ആ 6 പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്തു. പിന്നെ പി ജിയുടെ 2 പേപ്പേഴ്സ് പിന്നെയാണ്. ഓക്കെ, സോ ഞാൻ മറ്റേ റെക്കോർഡ് ബുക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഒന്നുകൂടെ ഞാൻ ഷെയർ ചെയ്തു. റെക്കോർഡ് എഴുതണേല് ഈ ഫോക്ക് സോങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫോക്ക് സോങ്, നാടോടി ഗാനം, നാടോടിപ്പാട്ട് എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? അത് നമ്മൾ ഉണ്ടാക്കി എഴുതണോ? ഉണ്ടാക്കില്ലേ? ഇത് ഈ ആൾക്കാര് കൃഷി ചെയ്യുമ്പോ ക്രോപ്സ് അതിങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് അവർ ഒരു താളത്തിലൊരു പാട്ട് പാടില്ലേ? മീൻപിടുത്തക്കാര് മീൻ പിടിക്കുന്ന സമയത്ത് അവർക്കൊരു പാട്ടില്ലേ? ഈ ഉന്തുവണ്ടിയിലെ സാധനങ്ങൾ കയറ്റി അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോ ആൾക്കാരൊരു താളത്തിലൊരു പാട്ടൊക്കെ പാടുന്ന കാണാറില്ലേ? അതുപോലെ ടൈപ്പ് പാട്ട്, നാടൻ പാട്ടോ അങ്ങനെ എന്തോ പറയില്ലേ? ചിലര് അവരുടെ പണികള് കുറെ കൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ചില താളങ്ങളില് പാട്ടുകളൊക്കെ പാടാറില്ലേ? അതെ, നമ്മുടെ ഈ ഗോവയിലെ ഫിഷർമാൻ അവര് ഒരു പ്രത്യേക പാട്ടാണല്ലോ, കേട്ടില്ലേ? ഓക്കെ, ദെൻ കുറച്ചധികം മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് വരാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ഞാൻ മാമിനോട് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നപ്പോ ഞാൻ മാമിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ റെക്കോർഡ് ബുക്ക് ഒരു പേജോ അങ്ങാണ്ട് ഇങ്ങനെ തിരിഞ്ഞു വന്നില്ലേ, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഒന്നുകൂടെ അയച്ചിട്ടും സെയിം തന്നെ എഫക്ട്. എന്തോ സെറ്റിക്സിൽ എന്തോ മാറ്റം, എനിക്കത് ശരിയാക്കാൻ പറ്റുന്നില്ല. ഞാൻ റിജോട് ചോദിക്കാനും വിട്ടു. പിന്നെ നമ്പർ റോഡ്സ് വന്നിട്ടുണ്ട്. നമ്മൾ എവിടം വരെ എഴുതി? ലാംഗ്വേജ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. അറിത്മാറ്റിക് എഴുതണ്ടേ? എന്താ ലാംഗ്വേജിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും അശ്വതി മിസ് എടുക്കും. മിസ് അതാണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ മിസ്സിന് ഞാൻ മെറ്റീരിയൽസ് എല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജിന്റെ പാർട്ട് വരുമ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പേജ് മാത്രം കണ്ട് അങ്ങനെ ആയിരിക്കുന്നു. ഞാനത് കുറെ നോക്കിയിട്ട് അത് ശരിയായി. ഇതെല്ലാം അശ്വതി മിസ്സിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഷീ വിൽ ബി ഹാൻഡ്ലിംഗ് 2 പേജ് അങ്ങനെ ആയല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ് ഹെഡിങ് എഴുതിക്കോളാൻ പറഞ്ഞു. ലാംഗ്വേജ് എഴുതി കഴിഞ്ഞോ? യെസ് മാം, കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ് ആണ്. ലാസ്റ്റ് വേർഡ് റീഡിംഗ് ആൻഡ് പിക്ചർ റീഡിംഗ് കാർഡ്സ് അല്ലേ? അതല്ലേ ഇത്? അതല്ല, ഇതല്ലേ ഉദ്ദേശിച്ചേ? നമ്മൾ ചെയ്തും വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളത് ചെയ്തിട്ടുണ്ടോ? വേർഡ് റീഡിംഗ് ആൻഡ് പിക്ചർ റീഡിംഗ് കാർഡ്സ്
അത് മറ്റേ മാത്തമാറ്റിക്കൽ അപ്പാരറ്റസിന്റെ കൂടെ ആ പിക്ചർ എനിക്ക് സ്ഥലം തികയാനായിട്ട് ഞാൻ അതിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇത്രയെല്ലാം തിരിഞ്ഞു വരുവാണ്. ഇവിടെ തുടങ്ങി കറക്റ്റ് ആട്ടോ. ഇവിടെ വരെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരും. ഞാൻ കുറെ ശരിയാക്കാൻ നോക്കി, ശരിയായില്ല. വേർഡ് റീഡിംഗ് കാർഡ്സും പിക്ചർ റീഡിംഗ് കാർഡ്സും അത് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഓർമ്മയില്ല, ഇങ്ങനെ കാണിച്ചതുകൊണ്ടിരിക്കല്ലോ. ഒരു കാർഡ്ബോർഡിൽ പിക്ചർ ഒട്ടിച്ചിട്ട് അതിന്റെ ബാക്ക് സൈഡ് വേണമെങ്കിൽ വേർഡ്, ആ പിക്ചറിന്റെ വേർഡ് എഴുതിയാൽ മതിയല്ലോ. വേർഡ് റീഡിംഗ് മാത്രമാണെങ്കിൽ വേർഡ് മാത്രം ആ ഒരു രീതിയിൽ കുറച്ച് ഞാൻ അശ്വതി ടീച്ചർക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മാത്രമാകുമ്പോൾ വേർഡ് റീഡിംഗ് കാർഡ്സ്, പിന്നെ പിക്ചറും കൂടെ വരുവാണെങ്കിൽ പിക്ചർ റീഡിംഗ് കാർഡ്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ചിലർ എന്നോട് ചോദിച്ചു ഫ്ലവറിന് എഴുതിയിട്ട് ബാക്കിലെ ഫ്ലവർ ഒട്ടിക്ക്, ഫ്ലവറിന്റെ പിക്ചർ ഒട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയും ചെയ്യാം. പക്ഷെ നമുക്ക് ശരിക്കും നമ്മുടെ മെറ്റീരിയൽസ് ഈ ഒരു രീതിയിലുള്ളതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടീച്ചിങ് എയ്ഡ്സിൽ ഒന്നാണ് ഈ വേർഡ് റീഡിംഗ് കാർഡ്സും പിക്ചർ റീഡിംഗ് കാർഡ്സും. പിന്നെ നമ്മുടെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സും സാൻഡ് പേപ്പർ നമ്പേഴ്സും ഒക്കെയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഞാൻ പറയാം. ഇത് തല തിരിഞ്ഞിരിക്കുന്നതാണ്, നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് നമുക്ക് നമ്പർ റോഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതില് സ്മോൾ നമ്പർ റോഡ്സ് വന്നിട്ടുണ്ട്, പക്ഷെ ലാർജ് നമ്പർ റോഡ്സ് വന്നിരിക്കുന്നതിൽ ഒരു വ്യത്യാസം ഉണ്ട്. അത് ഫുൾ ഒരേ കളർ, ഒരു ആഷ് പോലത്തെ കളർ. എന്താ അങ്ങനെ വന്നിരിക്കണേ? പുതിയ പുതിയ അപ്ഡേഷൻ ശരിക്കും ഇങ്ങനെ നമുക്ക് ഈ കളർ ക്രോമാറ്റിക് സെൻസും കൂടെ വരുന്ന രീതിയിലുള്ളതായിരുന്നു നമ്പർ റോഡ്സ്. നിങ്ങൾ നോക്കി തല ഇതാക്കണ്ട. ഞാനിത് പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തിരിച്ചൊക്കെ വെക്കണം. കുറെ ഞാൻ ശ്രമിച്ചു, ശരിയായില്ല. ടെക്നിക്കലി നമുക്ക് അതിനെപ്പറ്റി അറിയില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ് ഹെഡിങ് കൊടുക്കുക. മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ്. നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ കഴിഞ്ഞു, സെൻസോറിയൽ ഏരിയ കഴിഞ്ഞു, ലാംഗ്വേജ് ഏരിയ മിസ് എടുത്തുകൊണ്ടിരിക്കുന്നു. മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ് നമ്മൾ റെക്കോർഡ് ആദ്യം കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസും ഒന്ന് ഫെമിലറൈസ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ നമ്മളുടെ PDF-ലുള്ളതും കൂടെ ചെയ്തു പോകാം. അല്ലെങ്കിൽ ഒന്നും കംപ്ലീറ്റ് ആവാത്ത രീതിയിൽ നിൽക്കും. റെക്കോർഡും കംപ്ലീറ്റ് ആയി മെറ്റീരിയൽസ് എല്ലാം ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് പ്രാക്ടിക്കൽസിന്റെ ഒരു 90% കഴിയും. പിന്നെ എക്സ്ട്രാ നമ്മുടെ PDF-ൽ വരുന്ന കാര്യം അതൊന്ന് അവെയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ് ആണ് നമ്മളുടെ നെക്സ്റ്റ് ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ വരുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ കഴിഞ്ഞു, സെൻസോറിയൽ ഏരിയ കഴിഞ്ഞു, ലാംഗ്വേജ് ഏരിയ കഴിഞ്ഞു. നാലാമത്തെ ആണെങ്കിൽ 4 നമ്പർ കൊടുത്തിട്ട് മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ്. അതിലെ ഒന്നാമത്തെ മെറ്റീരിയൽ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ചാറ്റ് ബോക്സിൽ അതിന്റെ പേരിട്ടേക്കാം. എന്തോ ലാംഗ്വേജ് അപ്പാരറ്റസിൽ എത്ര എണ്ണം ഉള്ളത്? ലാംഗ്വേജ് അപ്പാരറ്റസിൽ 5 എണ്ണം. അതില് 4th വരെ എഴുതിയിട്ടുള്ളൂ. ലാസ്റ്റ് ഒന്ന് കണ്ടാൽ ഒന്നാമത്തെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ്, രണ്ടാമത്തത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, മൂന്നാമത്തത് ആൽഫബറ്റിക് ഡൈസ് ബോക്സ്, നാലാമത്തത് മൂവബിൾ ലാർജ് സ്മോൾ ആൻഡ് കർസീവ് ലെറ്റേഴ്സ്, അഞ്ചാമത്തെ അതിന്റെ ഫീച്ചേഴ്സ് മുതലൊന്ന് കണ്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനായിരുന്നു. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യോ? തീർച്ചയായിട്ടും. അതിങ്ങനെ ആൽഫബറ്റിക് ഡൈസ് ബോക്സ് ഇത് തുടങ്ങിയാണോ? ഈ പേജ് ആണോ? ഇത് ഓക്കെയാണ്. നെക്സ്റ്റ് പേജ്. തൊട്ട് മുന്നിലാണോ അതോ കഴിഞ്ഞിട്ടാണോ? കഴിഞ്ഞിട്ട് 5th ലാസ്റ്റ് വേണം അല്ലേ? ഈ പേജ് ഞാൻ വെച്ചിരുന്ന പേജ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളൊന്ന് തിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ എഴുതാനും എളുപ്പം അതായിരിക്കും. ഓക്കെ. സോ നമ്മള് നാലാമത്തെ ഏരിയ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ അപ്പാരറ്റസിലേക്ക് പോവാണ്. അതിലെ ഫസ്റ്റ് മെറ്റീരിയൽ ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റും. ഫോണ് തിരിച്ചു പിടിച്ചാൽ മതി, അപ്പൊ ശരിയാവും. ഒന്ന് ചെയ്തോളൂ. ഞാൻ എന്തായാലും റീഡ് ചെയ്യുകയും ചെയ്യാം കൺഫ്യൂഷൻ ഉള്ളവർക്കേ. ചാറ്റിൽ ഞാൻ ആ മെറ്റീരിയലിന്റെ പേര് എഴുതാം. ഒന്നാമത്തെ മെറ്റീരിയൽ ലാർജ്, നിങ്ങൾ ക്യാപിറ്റൽ വേണ്ടെടുത്ത് ക്യാപിറ്റൽ ഒക്കെ എഴുതിക്കോട്ടോ. അങ്ങനെ ഹെഡിങ് എഴുതുമല്ലേ. ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് സ്മോൾ നമ്പർ റോഡ്സ്.
ഇതാണ് ഫസ്റ്റ് മെറ്റീരിയൽ. ഇതൊന്ന് എടുക്കട്ടെ കേട്ടോ. അത് 2 സെറ്റ് വന്നിട്ടുണ്ട് സ്മോൾ നമ്പർ റോഡ്സ്. ലാർജിന് പകരം സ്മോൾ തന്നെയാ വന്നിരിക്കണേന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വായിക്കണോ എഴുതാൻ? അത് തന്നെ എഴുതാൻ പറ്റുന്നുണ്ടോ? വായിക്കണമെങ്കിൽ വായിക്കാം കേട്ടോ. തന്നെ എഴുതാൻ തന്നെ എഴുതാം. എഴുതാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ നമ്പർ റോഡ്സ് ഒന്ന് പുറത്തെടുക്കാം. നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. എഴുതി കഴിഞ്ഞ് നമ്പർ റോഡ്സ് കാണുമ്പോഴേക്കും എഴുതിയത് മനസ്സിലാവും. മിസ്സേ സൈഡിലത്തെ കട്ടായി പോയേക്കണതാണോ? മിഡിൽ എന്താണ്? നമ്മളെ ഇപ്പൊ സൈഡിലത്തെ, അതായത് കൗണ്ടിങ് ഈസ് ദ ബേസിസ് ഓഫ് അരിത്തമാറ്റിക് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ വന്നേക്കണേ? എവരി ഫീൽഡ്. ഞാനൊന്ന് കട്ടായി പോയിട്ടുണ്ട്. കുറച്ചുകൂടെ അത് കിട്ടിയോ? ആ ഓക്കെ ഓക്കെ. അതിന്റെ അടിയിലേക്കും അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട് കുറച്ച്. ശരിയായോ? ആ ഓക്കെ, വലിയ കുഴപ്പമില്ല. ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞോ? ഫീച്ചേഴ്സും എഴുതിയോ? യെസ് മാം. നിങ്ങൾക്ക് റെക്കോർഡ് ബുക്കിൽ ഇനി പേജസ് ഉണ്ടോ? അപ്പൊ നമ്മള് 51 പേജസ് ആയി. ഇപ്പൊ എന്റെ റെക്കോർഡ് അനുസരിച്ച് 75 പേജസ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്. സോ അത് പിക്ചേഴ്സ് ഉൾപ്പെടെയാണ്. അത് കഴിഞ്ഞ് എനിക്കൊരു കുറച്ചൊരു 10-12 പേജ് എനിക്ക് ബാക്കിയുണ്ട്. പേജാണേ. നിങ്ങൾ ഓൾമോസ്റ്റ് എവിടം വരെയായി? റെക്കോർഡിന്റെ പകുതിയാണോ? പകുതി കൂടുതൽ എടുത്തോ? ലാസ്റ്റ് ഫിനിഷ് ആവാറായിരുന്നു. ഇനി ഒരു 5-6 പേജസും കൂടെ ഉണ്ടാവുള്ളൂ. ആണോ? ഓ ശരി ശരി. സോ വി നീഡ് മോർ പേജസ് അല്ലേ? ഇനിയും എത്ര പേജസ് ഉണ്ടാവും മാം? അതാ പറഞ്ഞ നമ്മളിപ്പോ 51 ആ ഒരു പേജിലാണ് നിൽക്കുന്നത്. ടോട്ടൽ 75 പേജസ്. ഒരു 24 പേജസും കൂടെ വരുന്നുണ്ടല്ലോ. അത് പിക്ചേഴ്സും കൂടെ ഒട്ടിച്ചിട്ടാണ്. പിന്നെ 5 പേജസേ ഉള്ളൂ എന്നാണല്ലോ ഇപ്പൊ ജ്യോതി പറഞ്ഞത്. ചെറിയ റെക്കോർഡാണോ? ഇല്ല, അത് നോർമൽ റെക്കോർഡ് തന്നെയാണ്. അതെല്ലേ? നമുക്ക് മേ ബി നോക്കാം. ഞാൻ കണ്ടിന്യൂഷൻ അല്ല, ഒരു ഫ്രഷ് പേജിലാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. പുതിയ ഹെഡിങ്സ് ഒക്കെ. ഞാൻ എല്ലാം കണ്ടിന്യൂസ് ചെയ്ത് ഞങ്ങൾക്ക് പേജ് തികഞ്ഞില്ലെങ്കിലോ എന്നുള്ള ഇതിൽ ആയിരുന്നു. സോ നമുക്ക് നോക്കാം എന്താന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഞാൻ ആക്ച്വലി ലാർജ് നമ്പർ റോഡ്സിന്റെ അതേ കളർ കോമ്പിനേഷൻ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. മീൻസ് ആ കളർ കോമ്പിനേഷനിൽ നിങ്ങൾ പിക്ചർ നിങ്ങൾ കണ്ടല്ലോ. സോ ഞാൻ എടുത്ത് വെച്ചേക്കാം. അടുത്ത പേജിലാണ്. ഇതാണ് അതിന്റെ സെയിം. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? ആ സാധനം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? പാക്കറ്റ് നമുക്ക് 2 ഇതുണ്ടായിരുന്നു. ഇത് പാക്കറ്റ് ഓപ്പൺ ചെയ്യാതെ നോക്കിയപ്പം ഐ തോട്ട് ഇറ്റ് ഇസ് സ്മോൾ നമ്പർ റോഡ്സ്. കാരണം കാണുമ്പോൾ അതേ കോമ്പിനേഷനിൽ ഇങ്ങനെ ഇരിക്കണം. നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതനുസരിച്ച് ഓഡ് ഈവൻ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് അത് മിക്സഡ് പാറ്റേണിൽ വരുന്നത്. ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഇതെടുത്തത്. ഇത് ഓപ്പൺ ചെയ്തപ്പോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പുതിയ മോണ്ടിസോറി, ഞാൻ പറഞ്ഞില്ല അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത്. നമുക്ക് മോണ്ടിസോറിയിലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്താ പറയാ 4 എണ്ണം വരുന്നുണ്ടല്ലോ. അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഈ 4 അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതില് അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ബോർഡ് ഉണ്ട്. ഇതിപ്പോ സബ്ട്രാക്ഷന്റെ സ്ട്രിപ്പ് ബോർഡാണ്. ഈ ബോർഡ് ഞങ്ങളായിരുന്ന സമയത്ത് ഞങ്ങൾ ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഡ്സ് വെച്ചിട്ടായിരുന്നു നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതും ഒക്കെ ചെയ്തിരുന്നത്. ഇവിടെ സ്ട്രിപ്പ് വെച്ചിട്ടാണ് ഇത് രണ്ടും ഒരേ യൂണിറ്റ്. അതായത് ഇതില് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇതിനകത്ത് കാണിച്ചു തരാം. ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു. എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ അപ്പൊ പൊട്ടിച്ചു നോക്കണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് നമ്പർ റോഡ്സ് ആണല്ലോ. അപ്പൊ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലോസ് ചെയ്യുന്ന ലിഡ് ഇല്ല. പകരം ഇതുപോലെ തന്നെ ടൈറ്റ്ലി ആ ഒരു ക്ലീൻ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ വൺസ് ഈ ക്ലീൻ ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ക്ലീൻ ഷീറ്റ് ഗ്ലാസ്സിൽ വരുമ്പോ ഓപ്പൺ ചെയ്യാനുള്ള ഇതിൽ അങ്ങനെ വെച്ചു. ആക്ച്വലി ഇത് പറഞ്ഞു കഴിഞ്ഞാല് അതുപോലത്തെ സ്ട്രിപ്സ് ആണ്. ശരിക്കും നമ്പർ മാർക്ക് ചെയ്തിട്ട് 8 എന്നുള്ള നമ്പർ മാർക്ക് ചെയ്ത് അതുപോലത്തെ സ്ട്രിപ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ബോർഡിൽ ബീഡ്സ് ആയിരുന്നു യൂസ് ചെയ്തത്. ഇതിന് ഇതുപോലുള്ള സ്ട്രിപ്പുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ബോർഡിൽ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ സാധനം തന്നിരിക്കുന്നത്. അപ്പൊ നമ്പർ റോഡ്സ് നമുക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ഓക്കെ. കളർ കോമ്പിനേഷൻ കണ്ടപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചത് അത് നമ്പർ റോഡ്സ് ആയിരിക്കുന്നതാണ്. കാരണം ഷേപ്പും എല്ലാം ഓൾമോസ്റ്റ് അതുപോലെ തന്നെ പ്ലെയിൻ ഷീറ്റിലൂടെ കണ്ടപ്പോൾ അതുപോലെ തന്നെ ഫീൽ ചെയ്തു. ഈ കളർ അല്ലേ കാണുന്നത്. ന്യൂ ടു മീ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബീഡ്സ് അല്ല, ബോർഡ് ഞങ്ങൾക്ക് സെയിം തന്നെയായിരുന്നു. പക്ഷെ അതിന് ബീഡ്സ് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ അഡീഷനും സബ്ട്രാക്ഷനും എല്ലാം ചെയ്തത്. പുതിയ മെത്തേഡിൽ ഇതിന്റെ കൂടെ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെയുള്ള സ്ട്രിപ്സ് ആണ്. നമ്പറിന്റെ സ്ട്രിപ്സ്. ബീഡ്സിന് പകരം ഈ സ്ട്രിപ്സ് ആണ്. ഓക്കെ. അപ്പൊ അത് ആവട്ടെ. അപ്പോഴേക്കും നമുക്കത് നോക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് സ്മോൾ നമ്പർ റോഡ്സ്. എനിക്കത് കുറച്ചുകൂടെയൊക്കെ കൂടുതൽ പോയിന്റ്സ് എനിക്ക് ഞാൻ നെറ്റിൽ നോക്കിയപ്പോ ഞാൻ കണ്ടു. അതുകൊണ്ട് പേജസ് ഉണ്ടോ എന്ന് ചോദിച്ചത്. ഞാൻ എഴുതിയതിനേക്കാളും കുറച്ചുകൂടെ നല്ല പോയിന്റ്സ് ആയിട്ട് എനിക്ക് അത് തോന്നി. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വായിക്കാട്ടോ. ലാർജ് നമ്പർ റോഡ്സ് എന്താണ്? കുട്ടികൾക്ക് ക്വാണ്ടിറ്റി മെഷർമെന്റ്സ് മനസ്സിലാകാൻ അല്ലെ?
1, 2, 3 ആ കൗണ്ടിങ്ങും അതെല്ലാം മനസ്സിലാക്കാൻ. ഇതിനെ റെഡ് ആൻഡ് ബ്ലൂ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സെക്ഷൻസ് ആയിട്ട്. ഏറ്റവും ചെറിയ റോഡ് ലാർജിലാണ് പറയുന്നത് കേട്ടോ. ഏറ്റവും ചെറിയ റോഡ് 10 സെന്റിമീറ്ററും ഓരോ റോഡും എന്താ പറയാ അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 10 സെന്റിമീറ്റർ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ലാർജ്. ലാർജ് മീൻസ് ഒരു വലിയ സ്പേസ്. എനിക്കിപ്പോ അത് ലാർജ് എന്റെ കയ്യിലുണ്ടെങ്കിൽ തന്നെയും അത് വീഡിയോയിൽ കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയാൽ കാണാം കുട്ടിയുടെ കൈയും ഇതിന്റെ വലുപ്പവും ആ റോഡിന്റെ വലുപ്പവും കൂടെ നോക്കിക്കേ. നല്ല വലുതാണ് ലാർജ് നമ്പർ റോഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് റൂമിൽ തന്നെ ഫ്ലോറിൽ മാറ്റ് ഇട്ട് നമുക്കത് ചെയ്യുന്നതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാക്കും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് റോഡ് 10 സെന്റിമീറ്റർ. അപ്പുറം ഒന്ന് ആലോചിക്കും, നമ്മളുടെ സ്കെയില് നമ്മൾ എടുക്കുവാണെങ്കിൽ ആ സ്കെയിലിലെ ഒരു മെഷർമെന്റ് ആ ഒരു 10 സെന്റിമീറ്റർ, അതാണ് ഏറ്റവും ചെറുത്. ഓക്കെ, സോ അടുത്തത് ഓരോ റോഡും അങ്ങനെ 10 സെന്റിമീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയണത്. ഓരോ റോഡും കുട്ടികൾക്ക് ഇതുകൊണ്ട് ഇവരെ ശരിക്കും ഷോർട്ടസ്റ്റ് ലോങ്സ്റ്റ് ആ ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഗെയിംസ് ഒരു മാനിപ്പുലേറ്റ് ചെയ്യും. ശരിക്കും പല രീതിയിലുള്ള ഗെയിംസ് അവർ കളിക്കും. പിന്നെ എന്താ പറയാ, വേണമെങ്കിൽ റോഡ് മാറ്റി ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് ആ റോഡ് മാറ്റി വെച്ചിട്ട് ആ റോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഓക്കെ, അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്നു, പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും. പിന്നെ അരിത്തമെറ്റിക്കിന്റെ ആ ഒരു ഐഡിയ കിട്ടുന്നു, നമ്പേഴ്സിന്റെ ഐഡിയ കിട്ടും. അല്ല മാം, നെറ്റ്വർക്ക് പ്രോബ്ലം ആണ്. എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. മാം ലെഫ്റ്റ് ആയല്ലോ. നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലേ? അതെ. കണക്ഷൻ ലോസ് ആയി, അതാണ് പറ്റിയത്. റീകണക്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ലാർജ് നമ്പർ റോഡ്സ് പറഞ്ഞു. അത് സെയിം തന്നെ സ്മോൾ സൈസിലാണ് സ്മോൾ നമ്പർ റോഡ്സ് വരുന്നത്. അപ്പൊ അങ്ങനെ 2 സെറ്റ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കളർ വെച്ച് നോക്കുമ്പോൾ ക്രോമാറ്റിക് സെൻസ് അട്രാക്റ്റീവ് ആണ്, കോമ്പിനേഷൻ ആണ്. റെഡ് ബ്ലൂ റോഡ്സ് എന്നും അറിയപ്പെടും. ഓഡ് ഈവൻ നമ്പേഴ്സിന്റെ ആ ഒരു കൺസെപ്റ്റ് കുട്ടികൾക്ക് കിട്ടും.
സ്മോൾ റെഡ് റോഡ് 1, പിന്നെ റെഡ് ആൻഡ് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് നമ്പർ 2, അങ്ങനെ അത് പോകും. ഓക്കെ, പിന്നെ അത് നമ്മൾ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരും. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് അറിയാം, സാൻഡ് പേപ്പർ നമ്പേഴ്സ് ആണ്. കുറെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും സാൻഡ് പേപ്പർ നമ്പേഴ്സ്. സോ ഈ ഒരു മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. ഞാൻ ബൈ മിസ്റ്റേക്ക് അതാണ് ആ കളർ കണ്ടപ്പോ അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചു. സോ അത് പക്ഷെ ഇതിന്റെ കൂടെ അഡീഷൻ സബ്ട്രാക്ഷൻ അതിന്റെ കൂടെ വന്ന ബോർഡ്സ് ആയിരുന്നു, ട്രേ ആയിരുന്നു. ഞാൻ പോയ കണ്ടുകൊണ്ടാണോ ആൽഫയാണോ ആരോ എന്നോട് മെസ്സേജ് അയച്ചു. ഓക്കെ, സോ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. 0 to 9 നമ്പേഴ്സ് ആണ് നമ്മൾ ഒരു ഗ്രീൻ കളർ സർഫസിലാണ് ഇവിടെ എംപോസ് ചെയ്തിരിക്കുന്നത് സാൻഡ് പേപ്പറിൽ. നമ്പർ ആർ നമ്മൾ പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് നമ്പേഴ്സ് സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സ് ഇവിടെ റിട്ടേൺ ഇൻ യെല്ലോ കളേഴ്സ്. നമ്മുടെ സാൻഡ് പേപ്പേഴ്സിന് പൊതുവെ ഒരു ഡൾ കളർ നമുക്ക് ഇവിടെ അവൈലബിൾ. നമുക്കല്ലാണ്ട് ഇങ്ങനത്തെ കളറിലൊന്നും സാൻഡ് പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഷോപ്പിലെല്ലാം ഒരേ കോമൺ പോലത്തെ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഡാർക്ക് കളറാണ്, ആ യെല്ലോ ടിന്റിൽ വരുന്ന ഒരു കളറാണ് നമുക്ക് കിട്ടാറ്. ഷെയർ ചെയ്തില്ലേ? സാൻഡ് പേപ്പർ ന്യൂമറൽസ് നമുക്ക് ഇത്രയും കാര്യം അതിനകത്ത് വരുന്നുള്ളൂ. ഇൻ ദിസ് 0 to 9 നമ്പേഴ്സ് ആർ സാൻഡ് പേപ്പർ നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാൻഡ് പേപ്പേഴ്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ സാൻഡ് പേപ്പർ നമ്പേഴ്സ് ചെയ്തിട്ട് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലാണ് അത് വെച്ചിരിക്കുന്നത്. 0 to 9 numbers are embossed on a green color surface. The numbers are number അല്ല, numbers are written in yellow color എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ഒരു യെല്ലോയിഷ് ടിന്റുള്ള സാൻഡ് പേപ്പർ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ആ പിക്ചർ ആണ് നമ്മൾ ഒട്ടിക്കുന്നതെങ്കിലാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് എഴുതുന്നത്. ഇൻ ദിസ് 0 to 9 നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം ഒന്ന് റീറൈറ്റ് ചെയ്യാം. നിങ്ങൾ എഴുതി തുടങ്ങിയില്ലല്ലോ സാൻഡ് പേപ്പർ നമ്പേഴ്സ്? സാൻഡ് പേപ്പർ ന്യൂമറൽസ് ഹെഡിങ് കൊടുത്ത രണ്ടാമത്തെ മെറ്റീരിയൽ കേട്ടോ. ലാർജ് നമ്പർ റോഡ്സ് ഒക്കെ വരട്ടെ, കുറച്ചും കൂടെ വരാനുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് വരട്ടെ, നമുക്ക് അത് ചെയ്യാം. സോ സാൻഡ് പേപ്പർ ന്യൂമറൽസ് എഴുതുമ്പോൾ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്ന് നമുക്കൊന്ന് വ്യത്യാസമായിട്ട് എഴുതാം. In this 0 to 9 numbers are എഴുതല്ലേ? എഴുതാണ്. ഹെഡിങ് കൊടുത്തോളൂ. 2 നമ്പർ ഇടുക. മാത്തമാറ്റിക്കൽ ഏരിയയിലെ രണ്ടാമത്തെ മെറ്റീരിയൽ സാൻഡ് പേപ്പർ നമ്പേഴ്സ്. ഇൻ ദിസ്, ഇത് തന്നെ എഴുതി വെക്കല്ലേ, ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്താ ഞാൻ പറയുന്നത്. ഇൻ ദിസ് 0 to 9 numbers are made
0 to 9 numbers are made using sandpapers. In this, 0 to 9 numbers are made using sandpapers. In this, 0 to 9 numbers are made using sandpapers. എഴുതിയോ? Yes, ma'am. This is a foundational This is a foundational Montessori mathematics material. ഇനി ബാക്കി ആ മെയിൻ ഫീച്ചേഴ്സ് അതിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് എഴുതാം. ഇത് അതിന്റെ ഇൻട്രൊഡക്ഷൻ പോലെ അതിന്റെ ഒരു കണ്ടന്റ് എഴുതിയിട്ട് ദിസ് ഇസ് എ ഫൗണ്ടേഷണൽ മോണ്ടിസോറി മാത്തമാറ്റിക്സ് മെറ്റീരിയൽ. മാത്തമാറ്റിക്സിന്റെ ഒരു അടിത്തറയുടെ ഒരു മെറ്റീരിയൽ ആണ് സാൻഡ്പേപ്പർ നമ്പേഴ്സ്. നമുക്ക് ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതും. ഇനി ബാക്കി മെയിൻ ഫീച്ചേഴ്സ് ആ പോയിന്റ് എഴുതാം. അത് കഴിയുമ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കഴിഞ്ഞോ? No, ma'am. Yes, ma'am. Done. കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് വൺ സ്പിൻഡിൽ ബോക്സ്. അത് ഞാൻ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പിക്ചർ കാണിച്ചു തന്നു. പിക്ചർ നമുക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ള മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് എഴുതുന്നത്. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഒരു 10 മിനിറ്റ്സും കൂടെ നിൽക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. നമുക്ക് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. അത് എഴുതി അതും കൂടെ കണ്ടിട്ട് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. വേഗം സ്പിൻഡിൽ ബോക്സ് വേഗം എഴുതിക്കോളൂ. അതിന് മുമ്പ് അതിന്റെ പിക്ചർ കാണും. പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഈ സ്പിൻഡിൽ ബോക്സിൽ ഇങ്ങനെ 0 തുടങ്ങി നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 0, 1, 2, 3, 4. കഴിഞ്ഞ ദിവസം ബീഡ്സിന്റെ കൂടെ ഒരു ബോക്സ് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതുപോലെ ക്യാബിൻസ് ഉള്ള ബോക്സ്
ഓർമ്മയുണ്ടോ കാണിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ സ്പിൻഡിൽ ബോക്സ് ആണെങ്കിലും നമുക്ക് അതിന് നമ്പർ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വെക്കാൻ എളുപ്പമാണ്. പക്ഷെ എനിക്കിത് കിട്ടിയിരിക്കുന്നത് ബീഡ്സിന്റെ കൂടെയാണ്. അപ്പൊ നമ്മൾ എന്നിട്ട് ഊഹിക്കുമായിരുന്നു ബീഡ്സ് ഇതിനകത്ത് പ്ലേസ് ചെയ്യാം, അതിന്റെ ഒരു കൗണ്ട് അനുസരിച്ച്. ഒരു കൗണ്ട് പറയുമ്പോൾ എന്താ പറയാ, ആ ഒരു ക്യാബിനിൽ കുട്ടികൾ അത്രയും കൗണ്ട് ഉള്ളത് പ്ലേസ് ചെയ്യും എന്നൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്ത് നമ്മൾ എടുത്തിരുന്നു. വേറൊന്നും സാധാരണ ഈ വന്ന മെറ്റീരിയൽസിലെല്ലാം അതിന്റെ പേരെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതുമായിരുന്നു. ഇതിനകത്ത് പേര് എഴുതിയിട്ടില്ല, പക്ഷെ ബീഡ്സും ഇതും കൂടെ ഒരുമിച്ചാണ് വന്നത്. സോ അപ്പൊ നിങ്ങൾ സ്പിൻഡിൽ ബോക്സ് മനസ്സിലായല്ലോ. ഇതിൽ കുറെ റോഡ്സ് ആണുള്ളത്. അപ്പൊ ഈ റോഡ്സ് ഏതാണോ നമ്പർ, ആ നമ്പറിൽ ഒരു റോഡ് ഇതിൽ വെച്ചു. ഇതിൽ 2 റോഡ്സ്, 3 റോഡ്സ്, 4, 5, 6, 7, 8, 9 ആ രീതിയിൽ വെച്ച് പോകും. അങ്ങനെ കുറെ ഒരേപോലുള്ള ഒരേ യൂണിഫോം ആയിട്ടുള്ള റോഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. വേഗം എഴുതിക്കോളൂ. ഇനി ആ പിക്ചർ കണ്ടെങ്കിൽ എഴുതുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും. ഇത് വലിയ സൈസ് ആയതുകൊണ്ട്, സ്പിൻഡിൽ ബോക്സ് വലിയ സൈസ് ആയതുകൊണ്ടും ആ സ്പിൻഡിൽ ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അതിന്റെ ആ ഒരു ഷേപ്പും ഉണ്ട്. സോ അവരുടെ ആ ഒരു മാത്തമാറ്റിക്കൽ എബിലിറ്റി കൂടും. കൗണ്ടിങ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്പേഴ്സ് ലേൺ ചെയ്യുന്ന കാര്യം, അത് കൗണ്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ അവിടെ നമ്പർ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുവാണല്ലോ ബോക്സിൽ. അപ്പൊ ആ നമ്പർ ആണെന്ന് കുട്ടികളെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും. നമ്പറും ഐഡന്റിഫൈ ചെയ്യും, കൗണ്ടിങ്ങും അവർക്ക് ഫെമിലറൈസ് ആവും. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ സീറോ എന്നൊരു ക്യാബിൻ പോലെ സെഷൻ ഉണ്ട് അല്ലെ, ഒരു ട്രാക്ക് ഉണ്ട്. അപ്പൊ അവർക്ക് നത്തിങ്, ആ ഒരു സീറോ കൺസെപ്റ്റും കിട്ടും. സീറോ എന്നുള്ള നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ്, അങ്ങനെ ഒരു കൺസെപ്റ്റും കിട്ടും പെട്ടെന്ന്. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യാം.
നമ്മൾ സാൻഡ് പേപ്പർ നമ്പേഴ്സാ വെക്കുന്നെങ്കിൽ അവർക്ക് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യാൻ എളുപ്പമായിരിക്കും. സ്പിൻഡിൽ ബോക്സിൽ എങ്ങനത്തെ നമ്പറാന്ന് എനിക്ക് ഓർമ്മയില്ല, എക്സ്പ്ലനേഷനിലും കാര്യമായിട്ട് പറയുന്നില്ല. അപ്പൊ അങ്ങനത്തെ നമ്പേഴ്സ് ആണെങ്കിൽ അവര് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് നമ്പർ ആദ്യം ടച്ച് ചെയ്ത് നമ്പർ മനസ്സിലാക്കിയിട്ട് അത്രയും കൗണ്ടിലുള്ള സ്പിൻഡിൽ എടുത്ത് വെക്കും. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് അവിടെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അവിടെ പ്ലേസ് ചെയ്ത് അങ്ങനെ ചെയ്യിക്കാം. കഴിഞ്ഞോ? ടീച്ചേഴ്സ് എല്ലാം എഴുതി കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? ഞാൻ ഈ ഒരു മെറ്റീരിയലും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് ധൃതി പിടിച്ചത്. നമുക്ക് വന്നിരിക്കുന്നത് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിൽ ഞങ്ങൾക്ക് ശരിക്കും ഒരു റൗണ്ട് സർക്കിൾ ഷേപ്പിലുള്ള കൗണ്ടേഴ്സ് ആയിരുന്നു. ആ പിക്ചർ അതിനകത്തുണ്ട്, കാണിച്ചു തരാം. ഇത് കഴിഞ്ഞല്ലോ അല്ലെ? എല്ലാരും എഴുതി കഴിഞ്ഞോ? പറയുന്നില്ലല്ലോ. സ്പിൻഡിൽ ബോക്സിന്റെ പിക്ചർ നമ്മൾ ആദ്യം കണ്ടു. ഓക്കെ, സോ നെക്സ്റ്റ് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിന്റെ പിക്ചർ ഞാനൊന്ന് കാണിക്കാം. ആക്ച്വലി പിക്ചർ ഇതാണ്. ലൈക്ക് നമ്പർ ഉണ്ടാകും, ആ നമ്പറിനനുസരിച്ച് ഈ കാർഡ്സ് സർക്കിൾ ഷേപ്ഡ് കൗണ്ടേഴ്സ് ആണ്. കാർഡ്സ് ഉണ്ടാവും നമ്പേഴ്സ് ആയിട്ട്, പിന്നെ സർക്കിൾ ഷേപ്ഡ് കൗണ്ടേഴ്സ്. ഇപ്പൊ 4 ആണെങ്കിൽ 4 സർക്കിൾ ഷേപ്ഡ് ഇത് വെച്ചാൽ മതി. പക്ഷെ നമുക്ക് വന്നിരിക്കുന്നതിൽ ഇതുപോലെ കാർഡ്സ് ഉണ്ട്, ബട്ട് കൗണ്ടേഴ്സ് ഡിഫറെന്റ് ആണ്. ഇങ്ങനെ നമുക്ക് നമ്പേഴ്സ് കാർഡ്സ് ആയിട്ട് അവൈലബിൾ ആണ്. 1 തുടങ്ങിയിട്ട് 10 വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത്രയും കാർഡ്സ് ഉണ്ട്, നമ്പേഴ്സിന്റെ ആ ഒരു 10 കാർഡ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതുപോലെ വൈറ്റില് വരുന്ന രീതിയിലുള്ള 10 കാർഡ്സ് 1, 2, 3, 4 എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ കൗണ്ടേഴ്സ് ഇവിടെ ഇപ്പൊ സർക്കിൾ ഷേപ്ഡ് അല്ലേ, അതിന് പകരം നമുക്ക് വന്നേക്കുന്നത് ബെൽ ഷേപ്ഡ് ആണ്. അത് കണ്ട് മനസ്സിലാവുണ്ടോ? ഒരു നോവ് പോലെ ഉണ്ട് മുകളില്. ബെൽ ഷേപ്ഡ് കൗണ്ടേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ബോക്സിനകത്ത് മുഴുവനും അതുപോലുള്ള ബെൽ ഷേപ്ഡ് ആണ്. കാണാമോ? കാണുന്നുണ്ട്. ഇതാകണ്ടോ? ഇതുപോലുള്ള ബെല്ല് പോലത്തെയാണ് കൗണ്ടേഴ്സ്. ജസ്റ്റ് കൗണ്ട് ചെയ്യാന്നുള്ള ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ. അതിനിപ്പോ എന്ത് ഷേപ്പ് ആയാലും കുഴപ്പമില്ല. പക്ഷെ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് വന്ന് നമുക്ക് പുതിയതായി വന്നിരിക്കുന്ന ഇതാണ്. മേ ബി ഇതിനെ ഒരു കൊച്ചു നോബുള്ളത് കുട്ടികളുടെ കുഞ്ഞു ഫിംഗേഴ്സ് വെച്ച് അതിങ്ങനെ പിടിക്കാൻ. ഇപ്പൊ കാർഡ്സ് ആകുമ്പോൾ അവർ ഇങ്ങനെ നീക്കിയൊക്കെ അല്ലേ വെക്കുള്ളൂ. ഇപ്പൊ ആ പിക്ചറിൽ കാണുന്ന പോലെ ഫിംഗേഴ്സ് വെച്ച് നീക്കിയൊക്കെയാണ് പറ്റുള്ളൂ. ഇതാകുമ്പോൾ അവരുടെ ഈ കുഞ്ഞ് മസിൽസ് ഇതിൽ നല്ല പ്രഷർ കൊടുത്ത് അവരിത് ഇങ്ങനെ മൂവ് ചെയ്ത് അങ്ങനെ പോകും. എത്രയാണോ കാർഡ് വെക്കുന്നത് അത്രയും ഇത് കൗണ്ട് ചെയ്തിട്ട് അവിടെ പ്ലേസ് ചെയ്യും, അത് വെക്കുന്ന പോലെ. നമ്മള് വരുന്നത് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാകുക. ഷേപ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാകുക. ഇതൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ലൈക്ക് ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട്സ് കട്ട് ചെയ്ത് നല്ല കളറുള്ള പേപ്പർ കട്ട് ചെയ്ത് കാർഡ്ബോർഡിൽ ഒട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഇതൊക്കെ നമുക്ക് ലോ കോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്. ഇതൊക്കെ പിന്നെ കോസ്റ്റ്ലി ആയിരിക്കും. ഈ വലിയ വുഡൻ ബോക്സും ഇതും ഒരു വുഡിന്റെ പീസസ് ഒക്കെയാണ്. ഇതൊക്കെ വാങ്ങിക്കുന്നതിന് നല്ല നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിന്റെ മെറ്റീരിയൽസ് ആയിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചാൽ ഞാൻ ഇന്ന് പറഞ്ഞു. അത് എഴുതുന്നുണ്ടോ അതോ എന്താ ചെയ്യണ്ടേ? കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിന് കുറെ ഉണ്ടോ മാം എഴുതാനത്? കുറേന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ടന്റ് കുറച്ചേ ഉള്ളൂ. കാണിച്ചു തരാം. ലൈക്ക് അതിന്റെ ഫീച്ചേഴ്സ് ആണ് കൂടുതലുള്ളത്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിക്കോളാം. സ്ക്രീൻഷോട്ട് മുഴുവൻ കിട്ടുമോ? ചെറുതാക്കി അക്ഷരം ചെറുതായി പോകൂലേ? ഇത് മതി മാം, അത്രയും മതിയോ? സൂം ചെയ്തിട്ട് എഴുതാം. സ്ക്രീൻഷോട്ട് എടുക്കുവാണോ അത് എഴുതുവാണോ? സ്ക്രീൻഷോട്ട് എടുക്കാം. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് മനസ്സിലായില്ലേ? സെയിം താഴെ കാണുന്ന സിഗ്നൽ ബോർഡ്സ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നീങ്ങില്ല ഈ സാധനം. ഇങ്ങനെ കണ്ട് എഴുതി വരുമ്പോഴേ മെറ്റീരിയൽസ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കഴിഞ്ഞേനെ. സെഷൻ
ഓക്കെ അല്ലേ? നിങ്ങൾ മിസ് കുറച്ചുകൂടെ ഒന്ന് മുകളിലോട്ട് എടുക്കാവോ മിസ്? ഞാൻ ലാസ്റ്റത്തെ പോയിന്റ് എഴുതിയിട്ടില്ല, മെയിൻ ഫീച്ചേഴ്സിന്റെ സ്പിൻഡിൽ ബോക്സിന്റെ. ഓ ശരി. താങ്ക് യു മാം. മാത്തമാറ്റിക്കൽ ഏരിയ കഴിഞ്ഞാൽ നമ്മളുടെ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. സയൻസ് ഏരിയ പിന്നെ പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ, ലൈക്ക് ഗ്ലോബ്സ്, അതിലെ ജോഗ്രഫി ഏരിയ എന്ന് പറയുമ്പോൾ ഗ്ലോബ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നതും അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം സയൻസ് ആൻഡ് അതർ കൾച്ചറൽ അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ ജോഗ്രഫി ഷെൽഫ് ഉണ്ടാവും, ഗ്ലോബ് ഉണ്ടാവും, അറ്റ്ലസ് ഉണ്ടാവും, മാപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എയർ, വാട്ടർ, സുവോളജി ഷെൽഫ്, അതുപോലെ തന്നെ ആനിമൽസിനെ കുറിച്ചായിരിക്കും. അപ്പൊ അതിന്റെ പിക്ചേഴ്സും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ തന്നെ. പിക്ചർ എടുത്ത് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ. സോ ദേ വിൽ പ്രൊവൈഡ് യു. അതോടുകൂടി നമ്മുടെ പ്രാക്ടീസ് റെക്കോർഡ് കഴിയും. ലാംഗ്വേജ് ഏരിയ മാം എടുക്കുന്നുണ്ടല്ലോ, എടുത്തോളൂ. ഓക്കെ, എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതിപ്പോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അല്ലേ എടുത്തിട്ടുള്ളൂ, നമുക്കത് ഇത് പറഞ്ഞു തന്നെ പോകാം. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന മെറ്റീരിയൽ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് 4 അതിന്റെ ബോർഡ്സ് എല്ലാം റെഡിയാണ്, എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, ബോർഡ്സ് റെഡിയാണ്. പിന്നെ ഒരു സാധനം കൂടെ ഒന്ന് കണ്ടു കേട്ടോ, എടുത്തു വെച്ചിട്ടായിരുന്നു. നമ്മൾ ബീഡ്സിന്റെ കുറെ കാര്യം പറഞ്ഞു അല്ലെ. ബീഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ബീഡ് 1 തുടങ്ങിയ 10 വരെയുള്ള ബീഡ്സ് ഒരു കവറിലുണ്ട്. ഇതുപോലെ ഒരു വുഡൻ ഷേപ്പ് ഉണ്ട്, ഒരു ട്രയാങ്കിൾ ഷേപ്പ് കണ്ടോ. ഞാനത് അതിന്റെ ആ ഒരു ക്ലിങ് ഷീറ്റ് ഒന്നും പൊട്ടിച്ചിട്ടില്ല. നിങ്ങൾ വരുമ്പോ അത് അല്ലെങ്കിൽ കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതില് 1 എന്നുള്ള ഒരു പൊസിഷനിലില്ലേ, നമ്മളുടെ ആ ഒരു 1 എന്നുള്ള ബീഡ് അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. കറക്റ്റ് അവിടെ അത് സ്റ്റിക്ക് ആയിട്ടിരിക്കും. അതുപോലെ 2, 3, 4, 5, 6 അങ്ങനെ കുറെ ലൈൻസ് കണ്ടോ. ഈ വരുന്ന ബീഡ്സ് എല്ലാം നമുക്ക് അതിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഫുൾ ബീഡ്സും വെച്ച് കഴിയുമ്പോഴേക്കും അതൊരു ബീഡ് ട്രയാങ്കിൾ ആയിട്ട് മാറും. ഇതൊരു 7 ആണ്, 7 നമ്പേഴ്സ് ഉള്ള ബീഡ്സ്. ഈ ഒരു പൊസിഷനിൽ നമുക്കിതിനെ, ക്ലിങ് ഷീറ്റ് ഉള്ളതുകൊണ്ടാണ് ആ ക്ലിങ് ഷീറ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബീഡ് അവിടെ അതിനകത്ത് അങ്ങ് ആയിട്ടിരിക്കും. അങ്ങനെ ഓരോ പൊസിഷനിലും അതിന്റെ നമ്പർ അനുസരിച്ച് ബീഡ് വെച്ച് കഴിയുമ്പോൾ ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവും. ബീഡ് ട്രയാങ്കിൾ അതാണിത്. അതുപോലെ തന്നെ പിരമിഡ് ഉണ്ട്, അത് നമുക്ക് കിട്ടിയിട്ടില്ല. അന്ന് മാം കാണിച്ചു തന്ന ബീഡ്സ് ആണോ ഇത്? അന്ന് വേറൊരു ബോക്സ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നമ്മൾക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, അല്ലാതെ തന്നെ നമുക്ക് ബോക്സിൽ വേറെ വന്നിട്ടുണ്ട്. ഇത് ഈ ട്രയാങ്കിളിന്റെ കൂടെ സെപ്പറേറ്റ് വന്ന ബീഡ്സ് ആണ്. ഇതിന് മാത്രമുള്ളത്, ഇതിന് മാത്രമായിട്ട് വന്ന ബീഡാണ്. ഞാൻ അതൊന്ന് തന്നെ മാം ഈ കാർഡ്ബോർഡിൽ വെട്ടിയിട്ടുണ്ടാക്കാം അല്ലെ? എങ്ങനെ? അത് വേണമെങ്കിൽ ചെയ്യാം. ഒരു ചെറിയ ഗ്രൂവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ മതി. ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റണം. ഈ ഗ്രൂവിനകത്ത് ഇത് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റണം. ഉണ്ടോ? ഞാൻ ആ ക്ലിങ് ഷീറ്റ് മുഴുവൻ മാറ്റിയിട്ടില്ല, അതാണ് അതിനകത്തേക്ക് കയറാത്തത്. ക്ലിങ് ഷീറ്റ് മാറ്റിക്കഴിഞ്ഞാൽ അത് അതിനകത്ത് പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നിർത്തിയിട്ട് അങ്ങനെ പ്ലേസ് ചെയ്യാം. പിരമിഡ് ഷേപ്പിലുള്ള ബീഡ് ഉണ്ട്. അപ്പൊ എല്ലാ സൈഡിൽ നിന്നും ബീഡ് വെച്ച്, അത് നമുക്ക് കിട്ടിയിട്ടില്ല. അത് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു, ആ പിരമിഡ് ഷേപ്പിലുള്ള ബീഡ്. ഇതും കൂടെ കണ്ടല്ലോ ബീഡ്സിൽ വരുന്നത്. ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കാം. അപ്പൊ ഡിഫറെന്റ് കളേഴ്സ് ആണ്, അപ്പൊ കാണാനും ഒരു ഭംഗിയായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്താ പറയാ, നസീമ പറഞ്ഞ പോലെ നമുക്ക് കാർഡ്ബോർഡിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. ചെറിയ ഗ്രൂവ് ഉണ്ടാക്കിയിട്ട് വീട് അതിനകത്ത് ഇരിക്കുന്ന രീതിയിൽ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ ഈ ബീഡിന്റെ രണ്ടിലുള്ള ആ ഒരു കമ്പി 2 സൈഡിലേക്കും പിയേഴ്സ് ആവുന്ന രീതിയിൽ അങ്ങനെ കുത്തി വെക്കാവുന്ന രീതിയിൽ വെക്കാം. നിങ്ങളുടെ ഒരു ഐഡിയ. ഓക്കെ, അതായത് ഇത്. ഓക്കെ, സോ ചെയ്യാനുള്ള വർക്കൊക്കെ പതുക്കെ ചെയ്തങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. കാരണം വൈവ ടൈം ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ഓൾമോസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോവുകയും
ഓക്കെ, എന്തായാലും നാളെ ഒക്കെ ആവുമ്പോഴേക്കും എക്സാമിന്റെ ടൈം ടേബിളും സബ്ജക്റ്റിന്റെ സ്പ്ലിറ്റിങ്ങും എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. നാളെ മറ്റന്നാളൊക്കെ ആവുമ്പോഴേക്കും ഗ്രൂപ്പിൽ നിങ്ങളുടെ ക്ലാസ് റൂം ചാനലിൽ വരും. കാരണം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഐഡിയ ഉള്ള ഭാഗം നമുക്ക് പെട്ടെന്ന് കൂടുതൽ നല്ലപോലെ ആൻസർ ചെയ്യാനും നിങ്ങൾക്ക് പഠിക്കാനും റിലാക്സ് ചെയ്ത് പഠിക്കാനും. ഇത് ഫുള്ള് മോഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റ് ആയിട്ട് കിടക്കുമായിരുന്നു. ഓക്കെ, ഇനിയിപ്പം എത്ര മിനിറ്റ്സ് ആണ്? 1 hour ആണോ 100 മാർക്സ് പേപ്പർ? 1 hour ഓരോ സബ്ജക്റ്റും 1 hour തന്നെ തരും. 1 hour തന്നെയാ. മാം മൊഡ്യൂൾ പറയണേ പാർട്ട് 3 ഇടാനൊക്കെ. എന്തോ മൊഡ്യൂൾ 3 പാർട്ട് അത് പറയാട്ടോ. ഓക്കെ, എന്നാ നമുക്ക് വേണ്ടി ചെയ്യാം. Okay, ma'am. Good night. ഓക്കെ, ബൈ. താങ്ക് യു മാം. Thank you. ഗുഡ്